അങ്ങനെ ഗബ്രി പുറത്തായി. 2 ദിവസമായിട്ട് ബിഗ് ബോസ് ഷോ കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ വെറുതെ ഇങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്ത് വിട്ടപ്പോഴത്തേനും അതിന്റെ പ്രൊമോ ഞാനിങ്ങനെ കണ്ടു. ഗബ്രി ഔട്ട് ആകുന്നതായിട്ട് ഇങ്ങനെ എനിക്ക് തോന്നിയതുകൊണ്ട് ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ ഇന്നത്തെ സാറ്റർഡേ എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന എപ്പിസോഡ് ഞാൻ കയറി കണ്ടു. അപ്പോൾ ഗബ്രി പുറത്തായത് കണ്ടിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഗബ്രി നല്ല ഒന്നാന്തരം ഒരു ഗെയിമറായിരുന്നു. സ്വന്തമായിട്ട് നല്ല ശക്തമായ അഭിപ്രായങ്ങളുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കണ്ണിൽ നോക്കിയിട്ട് സ്വന്തം അഭിപ്രായം ഒരു പേടിയും കൂടാതെ നല്ല ഒന്നാം തരം പോയിന്റായിട്ട് കാര്യങ്ങൾ പറയാൻ കെൽപ്പുള്ള, അടിപൊളിയായിട്ട് അവിടെ ഉണ്ടായിരുന്ന ടാസ്കുകളൊക്കെ അടിപൊളിയായിട്ട് ചെയ്ത് കംപ്ലീറ്റ് തന്റെ സ്വന്തം 100% ഇട്ടിട്ട് ഹാർഡ് വർക്ക് എടുത്തിട്ട് നല്ലപോലെ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഗബ്രി. പക്ഷെ ഗബ്രിക്ക് പണി പാളിയത് ജാസ്മിന്റെ ലവ് ഡ്രാമയിൽ വീണുപോയി എന്നുള്ളതാണ്. അപ്പം എനിക്ക് തോന്നുന്നത് അവർ പ്രതീക്ഷിച്ചിരുന്നത് പുറത്തേക്ക് ഈ ആൾക്കാർ, അതായത് പ്രേക്ഷകർ ഇവരുടെ രണ്ടുപേരുടെയും ഈ മെലോ ഡ്രാമ എടുത്തത് ഈ നമ്മുടെ ഫസ്റ്റ് സീസണിലെ നമ്മുടെ സ്വന്തം പേളി ശ്രീനിഷിന്റെയും ആ ഒരു സംഭവ വികാസങ്ങളാണ്. ഇവർ പുറത്ത് ആൾക്കാർ ഇവരെ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്തതെന്നാണ് പക്ഷെ ഇവർ അകത്ത് വിചാരിച്ചു വെച്ചിരുന്നത്. കാരണം അപ്പോൾ ഇവർക്ക് ഇന്നലെ എവിക്ഷൻ ഏഷ്യാനെറ്റ് അതെ ബിഗ് ബോസ് സെറ്റ് ചെയ്തിരിക്കുന്ന എവിക്ഷൻ പ്രോസസ്സ് വരെ അങ്ങനെ തന്നെയായിരുന്നു. ഭയങ്കര നാടകീയമായ രംഗങ്ങൾ ഒക്കെയാണ് ഇന്നലെ അവിടെ അരങ്ങേറത് അല്ലേ. നമ്മൾ കണ്ടു ഭയങ്കര ലൈറ്റ്സും അറേഞ്ച്മെന്റ്സും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവരെ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ടിട്ട് അടിപൊളി സീൻസ് ഒക്കെ കാണിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് ആ പുറത്താവുന്ന സമയത്ത് ഗബ്രി വിചാരിച്ചു വെച്ചിരിക്കുന്നത് പുറത്ത് പ്രേക്ഷകരുടെ ആ ഒരു ലവിനെ, ഇപ്പോഴും അത് ലവ് ആണെന്ന് സമ്മതിച്ചിട്ടില്ല, വട്ടവർ അവരുടെ ആ ഒരു ലവിനെ നാട്ടുകാർ അങ്ങനെ തന്നെ നെഞ്ചിൽ ഏറ്റെടുത്തു. മറ്റേ നമ്മുടെ ശ്രീനിഷിന്റെയും ബേലിന്റെയും പിന്നെ നമ്മുടെ ദിൽറൂബിന്റെയും ഒക്കെ സംഭവങ്ങൾ പ്രേക്ഷകർ ആഘോഷിച്ചതുപോലെ ഇവരുടെ പ്രണയവും പുറത്ത് ആഘോഷിക്കപ്പെട്ടു എന്നുള്ള ഒരു ചിന്ത രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അത് തെറ്റാണെന്ന് ഗബ്രിക്ക് പുറത്ത് വന്നപ്പോൾ ഗബ്രിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇൻഡിവിജ്വലായിട്ട് നിന്ന് കളിച്ചിരുന്നെങ്കിൽ രണ്ടുപേരും വളരെ ശക്തരായ ആൾക്കാരാണ്. പക്ഷെ അവിടെ പണി പാളിയത് അവരുടെ ആ ഒരു ലവ് സ്ട്രാറ്റജിയിലേക്ക് പോയത് കൊണ്ട് മാത്രമാണ് പണി പാളിപ്പോയത്. അല്ലെങ്കിൽ രണ്ടുപേരും ഒരു ടോപ്പ് 10 ടോപ്പ് 5 ഒക്കെ വരാനായിട്ട് മാത്രം കപ്പാസിറ്റി ഉള്ള രണ്ടുപേർക്കും നല്ല ഒരു കഴിവുള്ള ആൾക്കാരാണ്. അത് ഒരിക്കലും നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത്രയും അതായത് രണ്ടുപേരും തമ്മിൽ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആണ്. രണ്ടുപേരുടെ ഇമോഷൻസ് ഒന്നാണ്, രണ്ടുപേരുടെയും ചിന്താഗതികൾ ഒന്നാണ്, രണ്ടുപേർക്ക് നല്ല എന്താ പറയുന്നത് പരസ്പരം അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, രണ്ടുപേരും നല്ല പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടാണ്. ഒരാൾക്ക് മറ്റേ ഒരാളില്ലാതെ പറ്റത്തില്ല, കൈപിടിച്ചിരിക്കാതെ പറ്റത്തില്ല, എല്ലാ കാര്യങ്ങളും ശരിയാണ്. പക്ഷേ ആ ഒരു ബോണ്ടിനെ, ആ ഒരു റിലേഷൻഷിപ്പിനെ അവർക്ക് രണ്ടുപേർക്കും ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്, അതിന് നമ്മൾ പ്രേക്ഷകർ അത് ഏത് രീതിയിലാണ് എടുക്കേണ്ടത്? ഓക്കെ, അവരുടെ ആ റിലേഷനെ പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്തേനെ എപ്പോഴായിരുന്നു എന്നറിയാമോ? അവർ രണ്ടുപേരും സമ്മതിക്കുകയായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും പ്രണയത്തിലാണ്, ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടുന്നു, പുറത്ത് പോയാലും ഞങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് അവർ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രമാത്രം നെഗറ്റീവ് അല്ലെങ്കിൽ നമ്മൾ പുറത്ത് ചിന്തിച്ചെടുത്ത നമ്മളൊക്കെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്തതിന് ഒരു പക്ഷേ അവർക്ക് അവിടെയാണ് അവർ രണ്ടാമത് അവരുടെ പണിവാളി പോയത്. അവിടെയാണ് അവർ രണ്ടുപേർക്കും ഈ റിലേഷൻ അവർക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. ഗബ്രി എപ്പോഴും പറയുന്നു അത് ഫ്രണ്ട്ഷിപ്പിന് ഒരുപടി മേലെയാണ്. ജാസ്മിന് ഇപ്പോഴും അറിയത്തില്ല അവൾക്ക് ഗബ്രിയോടുള്ളത് പ്രണയമാണോ സൗഹൃദമാണോ എന്ന് ജാസ്മിൻ ഇപ്പോഴും അറിയത്തില്ല. ഗബ്രി അതുക്കും മേലെ എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്ത് പറഞ്ഞിങ്ങനെ ക്ലിയർ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രേക്ഷകരുടെ വിധി വന്നതുകൊണ്ട് ഗബ്രിക്ക് മനസ്സിലായി പ്രേക്ഷകരെല്ലാവരും എടുത്തിരിക്കുന്ന ഏത് സെൻസിലാണെന്നുള്ളത്. എന്തായാലും ഗബ്രി പുറത്ത് വന്നിട്ട് കുറെ ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിലെല്ലാം കാര്യമായി പറയാൻ ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ സൗഹൃദം തന്നെയാണെന്ന്. പക്ഷേ ഇത് പ്രേക്ഷകർ അത് മനസ്സിലേക്ക് ഏത് രീതിയിൽ എടുക്കുമെന്ന് നമുക്കറിയത്തില്ല. കാരണം അവർ ഉള്ളിൽ ബിഗ് ബോസ് ഹൗസിൽ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ ആയതുകൊണ്ട് ആൾക്കാരത് വിശ്വസിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല. പിന്നെ ഗബ്രി പറഞ്ഞതുപോലെ തന്നെ ഷോ കഴിഞ്ഞു, ഗെയിമിൽ നിന്ന് ഗബ്രി പുറത്തായി. അതുകൊണ്ട് ഷോയിലുണ്ടായ കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ടാണ് ഗബ്രി പോരുന്നതെന്ന് പറഞ്ഞു അയാളവിടെ സംഭവങ്ങൾ അവിടെ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ബിഗ് ബോസ് ഷോ കാണുന്ന പ്രേക്ഷകർ അതിനെപ്പോഴും, അതായത് ഞാനുൾപ്പെടെ എല്ലാവരും അതിനെപ്പറ്റി വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഫുള്ള് ഇപ്പം യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും എല്ലാം തുറന്നു കഴിഞ്ഞാൽ ഗബ്രിയുടെ ഇന്റർവ്യൂസും ഗബ്രിയുടെ കുറേ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയാമെന്ന് വിചാരിച്ചത്. എന്തായാലും ഗബ്രിയെ നോക്കിയ സൈക്കോളജിസ്റ്റിനെ എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഇത്രയും വലിയൊരു ഫിലോസഫിയൊക്കെ പറഞ്ഞു കൊടുത്ത ആൾ ചില്ലറക്കാരനൊന്നും ആയിരിക്കും തോന്നുന്നില്ല. കാരണം ക്ലാരിറ്റി ഇല്ലാത്തതാണ് നിന്റെ ക്ലാരിറ്റി എന്ന് പറഞ്ഞ് ഗബ്രിയെ മനസ്സിലാക്കിച്ച അത് വന്ന് ഗബ്രി ജാസ്മിനോട് പറഞ്ഞു ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് നിന്റെ ക്ലാരിറ്റി. അത് ഏറ്റവും വലിയൊരു ഫിലോസഫിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ആ പുള്ളിക്കാരൻ എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. നല്ല ഒന്നാന്തരം ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. പക്ഷെ ഒരു എന്താ പറയുന്നത് പ്രതീക്ഷിതമായ കുറച്ച് സംഭവ വികാസങ്ങൾ കൊണ്ട് ഗെയിമിൽ നിന്നും പെട്ടുപോയ ഗബ്രിയോട് വളരെ വിഷമമുണ്ട്. നല്ല ഗെയിമറായിരുന്നു, എന്ത് ചെയ്യാനാണ്, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ, പോട്ടെ. ഇപ്പോൾ പിന്നെ ലാലേട്ടൻ പറഞ്ഞിട്ട് പോയത് ഇനിയും ഒരുപാട് പേര് വരാനിരിക്കുന്നു എന്നാണ്. ഷോയിലേക്ക് ഇനി ആരൊക്കെയാണ് വരാൻ പോകുന്നത് നമുക്കറിയില്ല. ഇനി എന്തെല്ലാം അപ്രതീക്ഷിത സംഭവങ്ങൾ ഹൗസിൽ നടക്കുമെന്ന് അറിയില്ല. പക്ഷേ ഞാനിപ്പോഴും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു സിബിൻ തിരിച്ചു വന്നിരുന്നു എങ്കിൽ. കാരണം ഒരു വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ സിബിൻ ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ നിന്ന അത്രയും സമയങ്ങൾ പുള്ളിക്കാരൻ ആ ഹൗസിൽ വരുത്തിയ ഇമ്പാക്റ്റ് ഭയങ്കര വലുതാണ്. എനിക്ക് തോന്നുന്നു ഏതോ പിന്നെ ഡോക്ടർ റോബിൻ്റെയൊക്കെ സീസണിൽ വലുതാൻ എൻട്രി ആയിട്ടുള്ള റിയാസ് വന്നപ്പം ഷോയ്ക്ക് ഭയങ്കരമായൊരു ചേഞ്ച് വന്നു. അതുപോലെ തന്നെയായിരുന്നു ഈ വട്ട സിബിൻ വന്നപ്പോഴും. കുറച്ച് ദിവസങ്ങളെ നിന്നുള്ളൂ, പക്ഷേ നമ്മുടെ എല്ലാം മനസ്സിൽ അദ്ദേഹം കയറി പറ്റിയത് അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കൊണ്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം സിബിൻ തിരിച്ചു വരണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നു.
കാണാൻ പ്രതീക്ഷിക്കുന്നു. സിബിൻ തിരിച്ചു വരികയാണെങ്കിൽ ഷോ കാണും. അപ്പം ശരി.